നമസ്കാരം. സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിന് കീഴിൽ വൻ പെൻഷൻ പ്രതിസന്ധിയെന്ന് വ്യക്തമാക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിവരാവകാശ രേഖകൾ പ്രകാരം സംസ്ഥാനത്ത് നിലവിൽ ഏകദേശം 4,15,000 പെൻഷൻകാർക്കായി 12 മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായി കിടക്കുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ വൃദ്ധജനങ്ങളും തൊഴിലാളികളും ഇതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നതിനായി മാത്രം ഏകദേശം 840 കോടി രൂപ ആവശ്യമാണെന്നാണ് ബോർഡ് വ്യക്തമാക്കുന്നത്. കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് അഷ്റഫ് സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ഈ വിവരങ്ങളുള്ളത്. പെൻഷൻ വിതരണത്തിൽ ഇത്രയും വലിയ തുകയുടെ ബാധ്യത നിലനിൽക്കുമ്പോഴും ക്ഷേമനിധിയിലെ സാമ്പത്തിക സ്രോതസ് വറ്റിയ നിലയിലാണ്. കഴിഞ്ഞ മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ക്ഷേമനിധി ബോർഡിന്റെ കൈവശമുള്ള നീക്കിയിരിപ്പ് തുക കേവലം 56.9 കോടി രൂപ മാത്രമാണ്. ഇത്രയും വലിയ തുകയുടെ കുടിശ്ശിക നിലനിൽക്കെ എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ബോർഡ് മറികടക്കുക എന്ന ആശങ്കയിലാണ് ഗുണഭോക്താക്കൾ. 1986 ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് നിയമപ്രകാരം 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിർമ്മാണ ചെലവ് വരുന്ന പ്രവൃത്തികളിൽ നിന്നും 1% സെസ് ഇനത്തിൽ ബോർഡ് ഈടാക്കാറുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ സെസ് പിരിവിലൂടെ വലിയൊരു തുകയാണ് ബോർഡിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. 2021-22 സാമ്പത്തിക വർഷത്തിൽ 291.10 കോടി രൂപയും 2022-23 വർഷത്തിൽ 370.09 കോടി രൂപയും 2023-24 വർഷത്തിൽ 390.31 കോടി രൂപയും സെസ് ഇനത്തിൽ പിരിഞ്ഞുകിട്ടി. തൊട്ടടുത്ത വർഷങ്ങളിൽ വരുമാനത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 509.85 കോടി രൂപയും തൊട്ടടുത്ത വർഷമായ 2025-26 അത് 616.91 കോടി രൂപയായും ഉയർന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം ആകെ 2,178 കോടി 28,54,131 രൂപയാണ് സെസ്സിനത്തിൽ പിരിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഫണ്ട് വകമാറ്റിയില്ലെങ്കിൽ ഇത്രയും വലിയ തുക എവിടെ പോയി എന്നുള്ളതാണ്. സെസ് വരുമാനം വലിയ രീതിയിൽ വർഷം തോറും വർദ്ധിച്ചിട്ടും ഫണ്ട് തികയാത്ത അവസ്ഥയാണ് ബോർഡിനുള്ളത്. എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ ഫണ്ട് സർക്കാർ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വകമാറ്റി ചിലവഴിച്ചിട്ടില്ലെന്ന് ബോർഡ് മറുപടിയിൽ പ്രത്യേകം വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇത്രയും വലിയ തുക എന്തു ചെയ്തു എന്ന ഗുരുതരമായ ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ബോർഡിന്റെ കണക്കുകൾ പ്രകാരം ഏപ്രിൽ 30, 2026 വരെയുള്ള സമയത്തിനുള്ളിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ എണ്ണം 20,59,481 ഉയർന്നിട്ടുണ്ട്. 18 വയസ്സ് തികഞ്ഞവർക്കും 55 വയസ്സ് പൂർത്തിയാകാത്തവർക്കും തൊട്ടു മുൻപുള്ള വർഷത്തിൽ 90 ദിവസമെങ്കിലും നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കുമാണ് ഇതിൽ അംഗത്വത്തിന് അർഹതയുള്ളത്. 50 രൂപയാണ് ഇവരുടെ പ്രതിമാസ വരിസംഖ്യ. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിലെ പുതിയ തൊഴിൽ കോഡിലെ സാമൂഹ്യ സുരക്ഷാ കോഡ് പ്രകാരമുള്ള നിർദ്ദേശങ്ങളും ചർച്ചയാകുന്നത്. കേന്ദ്ര നിയമത്തിലെ സെക്ഷൻ 2 പ്രകാരം വ്യക്തിഗത റെസിഡൻഷ്യൽ വീടുകളുടെ പരിധി 50 ലക്ഷം രൂപയെ ഉയർത്തിയിട്ടുണ്ട്. അതായത് 50 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവ് വരുന്ന റെസിഡൻഷ്യൽ പ്രൊജക്ടുകൾക്ക് മാത്രമേ കെട്ടിട സെസ് പിരിക്കാൻ കഴിയൂ. സംസ്ഥാന സർക്കാരുകൾക്ക് നിയമപരമായി പരിധി ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിലും അത് 50 ലക്ഷത്തിൽ താഴേക്ക് കുറയ്ക്കാൻ അനുവാദമില്ല. കേരളത്തിൽ ഭൂരിഭാഗം സാധാരണക്കാരും 25 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ വരുന്ന തുകയ്ക്കാണ് വീട് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമം പൂർണ്ണമായി നടപ്പിലായാൽ സാധാരണക്കാരുടെ വീടുകളെ സെസ്സിൽ നിന്നും ഒഴിവാക്കാം. എന്നാൽ കേന്ദ്ര നിയമങ്ങൾ വന്നിട്ടും ഈ പുതിയ തൊഴിൽ കോഡുകളുടെ ചട്ടങ്ങൾ കേരളത്തിൽ ഇതുവരെ ഔദ്യോഗികമായി രൂപീകരിച്ചിട്ടില്ല. കേന്ദ്ര നിയമം രാജ്യവ്യാപകമായി നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ അതത് സംസ്ഥാനങ്ങളാണ് തദ്ദേശീയമായി ഉണ്ടാക്കേണ്ടത്. കേരളത്തിൽ ഈ ചട്ടങ്ങൾ നിലവിൽ വരാൻ വൈകുന്നതിനാൽ ഇപ്പോഴും പഴയ 10 ലക്ഷം രൂപയുടെ പരിധി തന്നെയാണ് തുടരുന്നത്. അതിന്റെ ഫലമായി 10 ലക്ഷത്തിന് മുകളിൽ വീട് വയ്ക്കുന്ന ഒരു സാധാരണക്കാർ ഇപ്പോഴും 1% സെസ് കെട്ടിട നിർമ്മാണ ബോർഡിലേക്ക് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. സംസ്ഥാന ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് വൈകുന്നതിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അർഹതപ്പെട്ട വലിയ സാമ്പത്തിക ആശ്വാസമാണ് നിലവിൽ നിഷേധിക്കപ്പെടുന്നത്.